ദേശാഭിമാനി എഴുതിയ വാർത്ത എന്താണ്? എന്നെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിക്കണമല്ലോ. അല്ല, അതേ ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചോ? വീണ്ടും അത് തന്നെ ചോദിക്കുകയാണ്. പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSc വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ദേശാഭിമാനി എഴുതിയ വാർത്ത എന്താണ്? എന്നെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിക്കണമല്ലോ. അല്ല, നിങ്ങൾ പറയാ, അതല്ലേ ചോദിച്ചത്? അതേ ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചോ? വീണ്ടും അത് തന്നെ ചോദിക്കുകയാണ്. ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? MSc വരുന്നു വിദേശ നിക്ഷേപവുമായി. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം. എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ്, 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ്, ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്നതിനിടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേക്ക്. എന്നിട്ട് 13,000 കോടി രൂപ വരുന്നു. ഈ MScയുടെ നിക്ഷേപം പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്ന് വാർത്ത കൊടുത്തിട്ട് അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSc വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.